വായുമലിനീകരണം രൂക്ഷമായി തുടരുകയാണ്. മിക്കയിടങ്ങളിലും 400-നും 500-നും ഇടയിലാണ് വായു ഗുണനിലവാര സൂചികയുള്ളത്. നിരത്തിലിറങ്ങുന്ന വാഹനങ്ങളുടെ എണ്ണം കുറയ്ക്കാനായി 50% സർക്കാർ ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഏർപ്പെടുത്തിയ അവധി തുടരുകയാണ്. PR സുനിൽ ചേരുന്നു. സുനിൽ, ദില്ലിയിലെ ജീവിതം അക്ഷരാർത്ഥത്തിൽ ദുസ്സഹം എന്ന് തന്നെ പറയണമല്ലേ? എന്തൊക്കെ നടപടികളാണ് സർക്കാർ ഇപ്പോൾ സ്വീകരിക്കുന്നത്? വിനീത, കഴിഞ്ഞ ദിവസങ്ങളിലെ അപേക്ഷിച്ച് വായു ഗുണനിലവാരം ഇന്ന് അത്യാവശ്യം മെച്ചപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ 1000-നടുത്ത് വരെ എയർ ക്വാളിറ്റി ഇൻഡെക്സ് ഉയർന്നിരുന്നു. 500-നും 1000-നും ഇടയിലായിരുന്നു ദില്ലിയിലെ പല ഇടങ്ങളിലും എയർ ക്വാളിറ്റി ഇൻഡെക്സ് ചൂണ്ടിക്കാണിച്ചിരുന്നത്. ഏതായാലും ഇന്ന് അത് 500-ന് താഴേക്ക് വന്നിട്ടുണ്ട്. ചിലയിടങ്ങളിൽ അത് 300-ന് താഴേക്കും എത്തിയിട്ടുണ്ട്. ഏതായാലും ദില്ലിയിൽ കടുത്ത നിയന്ത്രണങ്ങൾ തന്നെയാണ് ഈ വായു മലിനീകരണം തടയുന്നതിൻ്റെ ഭാഗമായി ഏർപ്പെടുത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് സർക്കാർ ജീവനക്കാരിൽ 50% പേർക്ക് വർക്ക് ഫ്രം ഹോം ആക്കിയിട്ടുണ്ട്. ദില്ലിയിൽ വാഹനങ്ങളിൽ ഡീസൽ വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്, ഭാരവാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്, നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നിയന്ത്രണമുണ്ട്, അതുപോലെ തന്നെ വ്യവസായ സ്ഥാപനങ്ങൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് നിയന്ത്രണങ്ങൾ കടുപ്പിച്ചതോടെയാണ് ഇപ്പോൾ ഈ വായു മലിനീകരണ തോത് കുറഞ്ഞിരിക്കുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാം. ഏതായാലും ഇന്നും ഇന്നലെയുമായി ഇതിൽ അല്പം ദില്ലിക്കാർക്ക് നല്ലൊരു ശ്വാസം കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം. അതേസമയം അടുത്ത ദിവസങ്ങളിലും ഇത് ഗുരുതരമായി സ്ഥിതിയിലേക്ക് ഉയരാനുള്ള സാധ്യതയും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു.